സോറി, ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇങ്ങോട്ട് കയറി വന്ന കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ എനിക്ക് ഒരു വാക്ക് അവരെ കുറിച്ച് പറയണം. ഈ സിനിമയുടെ മാർക്കറ്റിംഗ് നമുക്ക് തുടങ്ങാൻ സാധിച്ച ദിവസം മുതൽ എന്റെ മനസ്സിലുള്ള കുറച്ച് കാര്യങ്ങളെങ്കിലും നമുക്ക് പുൾ ഓഫ് ചെയ്യാൻ സാധിച്ചതിന്റെ പിന്നിലെ പ്രയത്നത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു. ഒന്ന് കൃഷ്ണമൂർത്തി, ഗണേഷ്, ഓഫ് കോഴ്സ് എന്റെ നിർമ്മാതാക്കൾ. രണ്ടുപേരും എനിക്ക് എടുത്ത് പറയേണ്ടതായിട്ടുണ്ട്. ഒന്ന് ആശിഷ് ആന്റണി, അനീഷ് ആന്റണി. ഒന്ന് എണീറ്റ് വെക്കും. ആന്റണി പെരുമാറിന്റെ മക്കളാണ്. അച്ഛന്റെ എല്ലാ ഗുണങ്ങളുമുള്ള, അച്ഛന്റെ കുഴപ്പങ്ങളൊന്നും ഇല്ലാത്ത രണ്ടുപേരാണ്. ഇവരാണ് ഉറങ്ങിയിട്ടില്ലെന്നൊന്ന് കുറച്ച് ദിവസമായിട്ട് കേട്ടോ. ഞാനും ഉറങ്ങാൻ സമ്മതിച്ചിട്ടില്ല. രാത്രി 2 മണി 3 മണിക്കൊക്കെ ഞാനിങ്ങനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. താങ്ക് യു ഫോർ ഓൾ ദ സപ്പോർട്ട്. നിങ്ങളില്ലായിരുന്നെങ്കിൽ ഇതെനിക്ക് പുൾ ഓഫ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. അതുപോലെ തന്നെ സജീവ്, ഭയങ്കര ഫാൻസ് ആയിരിക്കുമല്ലോ മോഹൻലാൽ ഫാൻസിനിടയിൽ. സജീവ് ഉണ്ട്, ഉറങ്ങിയിട്ടില്ല സജീവൊക്കെ. വിപിൻ എവിടെ? വിപിൻ എന്റെ ടീം പെർഫാക്റ്റീവ് ഹെഡ് ചെയ്യുന്ന ആളാണ്. ഇവരാരും കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഉറങ്ങിയിട്ടൊന്നുമില്ല. സിനിമ ഇൻഫാക്ട് ഒരു വലിയ സിനിമയ്ക്ക് പലപ്പോഴും സംഭവിക്കുന്ന ഒരു ക്രൈസിസ് എന്ന് പറയുന്നത് അവസാന നിമിഷവും ജോലി തീരാതിരിക്കുക എന്നുള്ളതാണ്. ഈ സിനിമയ്ക്ക് നേരെ തിരിച്ചായിരുന്നു. ഞാൻ മാർച്ച് 3-ാം തീയതി സിനിമ സെൻസർ ചെയ്ത് കഴിഞ്ഞു. അപ്പോഴേക്കും എന്റെ സിനിമയുടെ എല്ലാ വർക്ക്സും ഏറെക്കുറെ തീർന്നു. പിന്നെ ഒരു ഫൈനൽ മിക്സ് ഒന്ന് ചെക്ക് ചെയ്യുക എന്നൊക്കെ അത്തരം ഒരു പേരിന് ചെയ്യേണ്ട ജോലികളെ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റാതിരുന്നത് ഇതിന്റെ മാർക്കറ്റിംഗ് ആണ്. അത് പിന്നെ തുടങ്ങി കഴിഞ്ഞൊരു ഒരാഴ്ചയായിട്ട് ലാലേട്ടനും ഞാൻ ഇന്ന് രാവിലെ തമാശയ്ക്ക് പറയായിരുന്നു. ഡെയിലി രാവിലെ എണീക്കുമ്പോൾ ഇതിപ്പോ ഏത് സിറ്റിയാണ്, ഏത് ഹോട്ടലാണെന്ന് മനസ്സിലാകാത്തൊരവസ്ഥയായിരുന്നു. പക്ഷെ അതിന് കൂടെ നിന്നതിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. All right. So now very quickly നമ്മൾ മീഡിയയ്ക്കായി ഫ്ലോർ ഓപ്പൺ ചെയ്യുകയാണ്. And we are inviting questions from the media. നമുക്ക് ടൈം വളരെ ലിമിറ്റഡ് ആണ്. എത്രയും പെട്ടെന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് വിൽ ബി ഹെൽപ്ഫുൾ. മൈക്ക് ഇസ് ഹിയർ, സോ പ്ലീസ്. ഈ എംബ്രാനെ കുറിച്ചിട്ട് ഇപ്പോ മോർ ദാൻ സിനിമ അത് പ്രൊമോട്ട് ചെയ്ത രീതിയും ഭയങ്കരമായിട്ട് ചർച്ചയാവുന്നുണ്ട്. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ എല്ലാം എംബ്രാനാണ്. ചെന്നൈ പ്രൊമോഷൻസിനൊക്കെ ഞങ്ങൾ ഇതുവരെ കാണാത്ത ലാലേട്ടന്റെ ഒരുപാട് മൂമെന്റ്സുകൾ ഞങ്ങൾക്ക് കാണാനിടയായി. ശരിക്കും ഈ ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ ഇത് എങ്ങനെ മാർക്കറ്റ് ചെയ്യണം എന്നുള്ളതും രാജുവേട്ടന്റെ ഒരു ഐഡിയ ആയിരുന്നു ശരിക്കും. ഇല്ല, അങ്ങനെയൊന്നുമില്ല. ആക്ച്വലി അത് ലാലേട്ടൻ കുറച്ച് കഴിഞ്ഞ ഒരാഴ്ച ഇച്ചിരി ഫോമിലാണ് ആളോ, അതുകൊണ്ടാണ് അല്ല. നമ്മൾ ആക്ച്വലി ഇപ്പോ ഞാൻ പറഞ്ഞില്ലേ, ഈ സിനിമ എടുത്തു കഴിഞ്ഞ് ഞങ്ങളെല്ലാം എന്റെ മനസ്സിലൊരു പെർഫെക്റ്റ് ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പൊ ആ പ്ലാൻ ഞങ്ങൾക്ക് കൃത്യം ഒരു ഡേറ്റിന് എന്ത് സംഭവിക്കണം. ഇപ്പൊ ഞങ്ങളുടെ ഒരു ക്യാരക്ടർ ഇൻട്രോ ക്യാമ്പയിൻ ഒക്കെ ഉണ്ടായിരുന്നല്ലോ. ഫെബ്രുവരി 26-നാണ് ക്യാരക്ടർ ഇൻട്രോ ക്യാമ്പയിൻ കഴിഞ്ഞത്. അപ്പൊ അന്ന് ഫെബ്രുവരി 26 കഴിഞ്ഞാൽ 27-ന് എന്ത് സംഭവിക്കണം, 28-ന് എന്ത് റിലീസ് ചെയ്യുന്നു, അങ്ങനെ കൃത്യം ഒരു പ്ലാൻ ഞങ്ങൾക്കുണ്ടായിരുന്നു. ആ പ്ലാനിന് വേണ്ട എല്ലാ ക്രിയേറ്റീവ്സും കാര്യങ്ങളും എല്ലാം റെഡിയാക്കി അങ്ങനെ ഞാൻ അങ്ങനെ സിനിമയെ സമീപിക്കുന്ന, അങ്ങനെ സിനിമ ചെയ്യുന്ന ഒരാളാണ്. ഞങ്ങൾക്കത് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. പല കാര്യങ്ങൾ കൊണ്ടും ചെയ്യാൻ കഴിയാതെ വന്ന് പിന്നീട് കഴിഞ്ഞ ഒരാഴ്ചയായിട്ടാണ് ഞങ്ങൾക്ക് ഇതെല്ലാം ചെയ്യാൻ പറ്റും. അപ്പൊ ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ കംപ്രസ് ചെയ്ത് ചെറിയ സമയത്ത് ചെയ്യേണ്ട ഒരു അവസ്ഥയുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴും ഭയങ്കരമായ സന്തോഷത്തിലായിരുന്നു ഞങ്ങൾ ആസ് എ ടീം. കാരണം ഒരു ക്രൈസിസ് വളരെ പെട്ടെന്ന് അതിജീവിച്ച് നമ്മൾ സ്വപ്നം കണ്ട പോലെ ഒരു റിലീസ് ഈ സിനിമയ്ക്ക് കൊടുക്കാൻ സാധിക്കും. താങ്ക്സ് ടു ആന്റണി പെരുമ്പാവൂർ, താങ്ക്സ് ടു ഗോകുലം ഗോപാലൻ, താങ്ക്സ് ടു ഓൾ അവർ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അക്രോസ് ദ വേൾഡ്. ആ ഹാപ്പിനെസ് ആയിരിക്കും നിങ്ങളിപ്പോൾ ഈ പ്രൊമോഷൻസിലൊക്കെ കണ്ടത്. അല്ലാതെ പ്രൊമോഷന് പോയിരിക്കുമ്പോൾ ഏത് ഇന്റർവ്യൂവിന് ഏത് കോമഡി പറയണം എന്ന് പ്ലാൻ ചെയ്തിട്ടല്ല നമ്മൾ പോയത്. അത് പിന്നെ നമ്മളെങ്ങനെ എൻജോയ് ചെയ്ത് വി ജസ്റ്റ് ഹാഡ് ഫൺ. പക്ഷെ ഈ പറയുന്ന പോലെ ഞങ്ങൾ പോയ എല്ലാ സംസ്ഥാനങ്ങളിലും അവിടുത്തെ മീഡിയ അല്ലെങ്കിൽ അവിടുത്തെ മീഡിയ പേഴ്സണൽ വലിയ ആവേശത്തോടെ, വലിയ ഹാപ്പിനെസ്സോടുകൂടി, വലിയ സന്തോഷത്തോടു കൂടിയാണ് ഈ സിനിമയുടെ ടീമിനെ സ്വീകരിച്ചത്. അപ്പൊ മേ ബി നമ്മളൊക്കെ വിചാരിച്ചതിനപ്പുറം ഒരുപക്ഷെ ഇതിന്റെ 1-ാം ഭാഗമായ ലൂസിഫറിന് റിലീസിന് ശേഷം ഈ കഴിഞ്ഞ 6 വർഷങ്ങൾക്കിടയിൽ അങ്ങനെ ഒരു അപ്പീൽ ഉണ്ടായിരുന്നിരിക്കാം. ഐ ഡോണ്ട് നോ. നമ്മൾ ഏത് സംസ്ഥാനത്തിൽ പോയാലും ഈ സിനിമയുടെ സെക്കൻഡ് പാർട്ട്, ഇപ്പൊ ഞങ്ങൾ ഡൽഹിയിൽ പോയി, ആൻഡ് വി നെവർ എക്സ്പെക്ടഡ് അവിടുത്തെ മീഡിയ ലൂസിഫറിനെ കുറിച്ചൊക്കെ വളരെ ക്ലോസ്ലി അനലൈസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുള്ളത്. മേ ബി അതായിരിക്കാം കാരണം. ഐ എം ഫോർ എവർ ഗ്രേറ്റ്ഫുൾ ഫോർ ഇറ്റ്. എപ്പോഴും ഐ വിൽ ബി ഹംബിൾഡ് ബൈ ദ ലവ് ടുവേർഡ്സ് ദ ഫിലിം ദാറ്റ് ഐ മെയ്ഡ്. ഈ സിനിമയ്ക്ക് പിന്നിലെ എല്ലാ എമ്പുരാന്മാർക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ. ഇവിടെ മലയാള സിനിമ മാത്രമല്ല, ഒരു മലയാള വാക്ക് തന്നെ ഭാഷകളുടെ അതിവഴമ്പ് ഇട്ട് പാൻ ഇന്ത്യനായി പോയിക്കാണ്. ആരാണ് എമ്പുരാനുള്ള പേര് സജസ്റ്റ് ചെയ്ത് അത് മതിയെന്ന് തീരുമാനമെടുത്തത്? മുരളി ഗോപി. മറ്റൊരു പേര് ആരുടെയും മനസ്സിലായിരുന്നു? എമ്പുരാൻ മതി എന്നുള്ള തീരുമാനം
ഇല്ല, ഒന്ന് രണ്ട് പേരുകൾ ഉണ്ടായിരുന്നു. പക്ഷെ എമ്പുരാൻ എന്ന പേര് സെലക്ട് ചെയ്തത് മുരളി ഗോപിയാണ്. ഈ സിനിമയ്ക്ക് എമ്പുരാൻ എന്ന പേരിടുന്നത് ഞങ്ങൾ ആ ഒന്നാം ഭാഗത്തിലെ അവസാനത്തെ സോങ് എഴുതിക്കൊണ്ടിരിക്കുക. അത് എഴുതിയത് മുരളിയാണ്. ആ സോങ് എഴുതി തുടങ്ങുന്നതിന് തൊട്ട് മുമ്പാണ് ഇതാണ് അടുത്ത സിനിമയുടെ പേര് എന്ന് മനസ്സിൽ ഉദിച്ചത്. മുരളിയുടെ പേരാണ്.